ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ, പട്ടാമ്പി, വളാഞ്ചേരി, രാമനാട്ടുകര. മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി പെരിന്തൽമണ്ണ നഗരസഭയും സായി സ്നേഹതീരം ട്രൈബൽ ഹോസ്റ്റലും സംയുക്തമായി ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി പെരിന്തൽമണ്ണ നഗരസഭയും സായി സ്നേഹതീരം ട്രൈബൽ ഹോസ്റ്റലും സംയുക്തമായി ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. പൊന്നിയകുർശി ബൈപ്പാസ് മുതൽ ചില്ലി ജംഗ്ഷൻ വരെയുള്ള റോഡിന്റെ ഇരുവശങ്ങളിലും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്തുകൊണ്ടാണ് സായി സ്നേഹതീരം ട്രൈബൽ ഹോസ്റ്റലിലെ കുട്ടികൾ മാലിന്യമുക്തം നവകേരളത്തിന്റെ ഭാഗമായത്. ശുചീകരണ പരിപാടി നഗരസഭാ ചെയർമാൻ പി ഷാജി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നഗരസഭയോടൊപ്പം ചേർന്നുകൊണ്ട് നിങ്ങൾ നടത്തിയിട്ടുള്ള ക്യാമ്പയിൻ വളരെ മികച്ചതാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ സംസ്ഥാന സർക്കാർ തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് മാലിന്യമുക്തം നവകേരളം എന്ന് പറഞ്ഞ വലിയ പ്രോജക്റ്റിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. അതിൻ്റെ 2ാം ഘട്ട പ്രവർത്തനത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. 2025 മാർച്ച് 30 സംസ്ഥാനത്തെ മാലിന്യമുക്തമാക്കുമെന്ന് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരാശയമുണ്ട്. വെറും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മാത്രമല്ല ഇതിൻ്റെ ഉത്തരവാദികളും ഇത് ചെയ്യേണ്ടവരുമെന്ന് നേരത്തെ തന്നെ സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി സർക്കാർ എല്ലാ ആളുകളോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി മാറാൻ. ഭക്ഷ്യ കമ്മീഷൻ അംഗം വി രമേശൻ, ക്ലീൻ സിറ്റി മാനേജർ സി കെ വത്സൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മൺസൂൺ നെച്ചിയിൽ, ഡോക്ടർ കൃഷ്ണദാസ്, ഡോക്ടർ കൊച്ചു എസ് മണി, ഡോക്ടർ നിലാർ മുഹമ്മദ്, ഡോക്ടർ ഫെബിന സീതി, ഡോക്ടർ ഷീബ കൃഷ്ണദാസ്, കെ ആർ രവി, എം ഉണ്ണികൃഷ്ണൻ, എം ലീഗിന തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. മാലിന്യമുക്തം നവകേരള പ്രതിജ്ഞ ഡോക്ടർ കൃഷ്ണദാസ് ചൊല്ലിക്കൊടുത്തു. മാലിന്യമുക്തം നവകേരളത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിന് ക്ലീൻ സിറ്റി മാനേജർ സി കെ വത്സൻ കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസ് നൽകി.